ഹായ് മക്കൾസ്, സോഷ്യൽ സയൻസിലെ 4ാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ മാർജിനലൈസേഷൻ, അരികുവൽക്കരണം എന്നുള്ള ചാപ്റ്ററിൻ്റെ പേരല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് മാത്രം സംസാരിക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്ന ഒരു ചാപ്റ്ററിൻ്റെ പേരറിയാലോ നിങ്ങൾക്ക്, ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ്, അതായത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമുക്ക് ഓണം എക്സാമിന് പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ, അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാവാൻ വഴിയില്ല, ആകെ ഒരു മാക്സിമം പോയാൽ 2 ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. പക്ഷേ ആദ്യത്തെ 3 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ സാറേ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്? യെസ്, ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് ഈ ചാപ്റ്റർ എന്താണ് പഠിക്കുന്നത് എന്നുള്ള ഒരൊറ്റ ക്വസ്റ്റ്യനുമല്ലാണ്. വാട്ട് ഈസ് മാർജിനലൈസേഷൻ, അല്ലെങ്കിൽ എന്താണ് അരികുവൽക്കരണം എന്നുള്ളതാണ്. എന്താണ് അരികുവൽക്കരണം എന്ന് പറയുമ്പോൾ, അതായത് നമ്മളെ ഒരുപോലെ ഈക്വൽ കൺസിഡറേഷൻ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ചില ഗ്രൂപ്പിന്, ചില വിഭാഗത്തിന് മാത്രം എന്ത് കിട്ടുന്നില്ല, തുല്യ പരിഗണന ഒന്നും കിട്ടില്ല. അങ്ങനെ പരിഗണന കിട്ടാതെ മാറ്റി നിർത്തപ്പെടുന്ന ആ സം ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ആ വിഭാഗത്തെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്, അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം. ഓക്കെ ആണല്ലോ? അപ്പൊ അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, അങ്ങനെയാണെങ്കിൽ ആരൊക്കെയാണ് ഈ വിഭാഗം, ആരൊക്കെയാണ് മാർജിനലൈസേഷൻ ഫേസ് ചെയ്യുന്ന ആളുകൾ, ആരൊക്കെയാണ് അരികുവൽക്കരണം നേരിടുന്ന വിഭാഗം? അതാണ് മക്കൾ, ഒന്ന് വുമൺ, സ്ത്രീകളെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എക്സ് പ്രിസണർ, അതായത് ജയിൽ മോചിതർ. ആദ്യമൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ജയിലിലായി കഴിഞ്ഞ് പിന്നെ ജയിലിൽ നിന്നൊക്കെ ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ആരെങ്കിലും കൂടെ നിർത്തണമെന്നോ അവർക്ക് തുല്യ പരിഗണന കിട്ടോ ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, ഭിന്നശേഷിക്കാർ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ പോവർട്ടി, ദാരിദ്ര്യം അനുഭവപ്പെടുന്ന ആൾക്കാർ, മൈനോറിറ്റി, അങ്ങനെ ഒരുപാട് ദളിത് വിഭാഗങ്ങൾ, ആ വിഭാഗങ്ങൾ, പിന്നെ വുമൺ പറഞ്ഞു നമ്മൾ ട്രൈബ്സ്, അതായത് നമ്മൾ പറയുന്ന ഗോത്ര വിഭാഗക്കാർ, ഇവരൊക്കെ എന്താണ് മാർജിനലൈസേഷൻ നേരിടുന്ന വിഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ മക്കൾ നോക്കി വെക്കേണ്ട, കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ക്വസ്റ്റൻ ആണ്. ഇതിൽ കുറച്ച് ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരു ആളായിരുന്നു നഞ്ചിയമ്മ. നഞ്ചിയമ്മ എന്ന് പറഞ്ഞ മക്കൾ അയ്യപ്പനും ഘോഷി എന്നുള്ള പൃഥ്വിരാജും ബിജുമേനൊക്കെയുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ. ബിജുമേന അത് പോലീസാണ്. അതിലൊരു എന്താ ഗോത്ര വിഭാഗക്കാർ പാട്ട് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു ഭയങ്കര വാശി നിറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. ആ പാട്ട് പാടിയ ആളാണ് ആരെന്ന് പറയുന്നത്, നഞ്ചിയമ്മ എന്ന് പറയുന്നത്. ആ നഞ്ചിയമ്മ അരികുവൽക്കരണപ്പെടുന്ന ഒരു സ്ത്രീയല്ലേ. അപ്പോൾ അവരുമായിട്ടൊരു ഇൻ്റർവ്യൂ ചെയ്യാനാണ്. അപ്പം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് മക്കളെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറയുന്ന ശ്രീനാരായണ ഗുരു, അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യണം മക്കൾ മനസ്സിലാക്കി വെക്കണേ. ശ്രീനാരായണ ഗുരു ഇവരെ പറ്റിയിട്ടൊക്കെ എന്ത് ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ അയ്യങ്കാളി ഉണ്ടല്ലോ. അയ്യങ്കാളിയെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ അവിടെ നോക്കേണ്ടത് എന്തായിരുന്നു, എഡ്യൂക്കേഷൻ മേഖലയിൽ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ ഇതേപോലെ അരികുവൽക്കരണം നേരിടുന്നുണ്ട്. അപ്പോൾ ഈ അയ്യങ്കാളിയാണ് പഞ്ചമി ഗവൺമെൻറ് UP സ്കൂൾ ഊരുട്ടമ്പലം കേട്ടിട്ടില്ലേ, അതൊക്കെ ഇതാണ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ചിലപ്പോൾ ഇൻ്റർവ്യൂ നടത്താറുണ്ട്. ഇവരൊക്കെ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സ്കൂളൊന്നും പഠിപ്പിച്ചിട്ടില്ല. അയ്യങ്കാളിയാണ് പഞ്ചമി എന്ന പെൺകുട്ടിയെ അവിടെ സ്കൂളിൽ കൊണ്ടുപോയി ഇരുത്തിയത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു സംഭവമാണ് ഈ സ്ത്രീകൾ എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മാർജിനലൈസേഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അതിലാണ് നിങ്ങൾ നിലമ്പൂർ ആയിഷൻ്റെ കാര്യങ്ങൾ പഠിക്കണം. നിലമ്പൂർ ആയിഷ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. ആദ്യത്തെ മുസ്ലിം ഒരു നടിയായിട്ട് വന്ന ആളാണ് നിലമ്പൂർ ആയിഷ എന്ന് പറയുന്നത്. ആയിഷനെ പറ്റി നോക്കി വെക്കണം. പിന്നെ നമ്മുടെ നഞ്ചിയമ്മ അല്ലേ, നഞ്ചിയമ്മൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഇവരെ പറ്റിയൊക്കെ ജസ്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മക്കളെ നമുക്ക് എങ്ങനെ ഇൻ്റർവ്യൂ വന്നാൽ ഇവരുടെ ഏത് മേഖല എന്ന് വെച്ചാൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ എക്സാം എഴുതുക, അടിപൊളിയായിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ നോക്കുക. ഈ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും പഠിച്ചു വെക്കാൻ നോക്കുക. അപ്പോൾ മക്കളെ എങ്ങനെ കാര്യങ്ങൾ? ഓക്കെ, ബൈ.